മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ. പരിശുദ്ധ മാതാവ് 1996 ഡിസംബർ 8 മുതൽ 2002 വരെ കഞ്ചിക്കോട് റാണി ജോണിന് നൽകിയ 51ഓളം സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മക്കളെ, അതിരറ്റ പാപ കൂമ്പാരമാണ് ഇന്നത്തെ ലോകം. എവിടെ നോക്കിയാലും ആർഭാടങ്ങളും ലൈംഗിക പാപങ്ങളും ഏറിയിരിക്കുന്നു. മനസ്സ് അശുദ്ധി നിറയ്ക്കുവാൻ, അഹങ്കാരം വളർത്തുവാൻ പിശാച് ഓടി നടക്കുന്നു. വചനം പ്രസംഗിക്കുന്നുവെങ്കിലും ഫലം വളരെ കുറവാണ്. എൻ്റെ മകൻ്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ജീവ ഉറവ ഇന്നും അതിശക്തമാണ്. എല്ലാവരെയും യേശുവിൻ്റെ തിരുഹൃദയത്തിൽ കൊണ്ടുവരിക. പരിശുദ്ധമ പ്രത്യേകിച്ച് ജപമാലയെക്കുറിച്ച് പറയുന്നു. മക്കളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല. നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കേണ്ടതിന് നിങ്ങൾ എന്നെ ക്ഷണിക്കുക. ജപമാല മണികൾ ഞാൻ ചലിപ്പിക്കും. അപ്പോൾ നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന മക്കളായിത്തീരും. അപ്പോൾ സാത്താൻ്റെയും അവൻ്റെ ദുഷ്ട സൈന്യത്തിൻ്റെയും ഭീകര സമരത്തിൽ നിങ്ങൾക്ക് എതിർത്ത് നിൽക്കുവാൻ സാധിക്കും. സാത്താന്, പിശാചിനെതിരെയുള്ള സുശക്തമായ ആയുധമാണ് ജപമാല. റോമിലെ മേരി മേജർ ദേവാലയം മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദേവാലയമാണ് സെൻറ്റ് മേരി മേജർ. റോമിൽ ക്രിസ്തുമതം ശക്തമായപ്പോൾ പല ഉന്നത കുടുംബങ്ങളിലെയും അംഗങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചു. ഒരിക്കൽ പ്രഭുകുലജാതനായ ജോണിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഒരു സ്വപ്നമുണ്ടായി. സ്വപ്നത്തിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട് അവരോട് ഇപ്രകാരം ആവശ്യപ്പെട്ടു: എൻ്റെ ബഹുമാനാർത്ഥം ഒരു ദേവാലയം റോമിലെ നിശ്ചിത സ്ഥലത്ത് പണിയുക. ഈ വിവരം അന്നത്തെ പോപ്പ് ലിബ്രറിയൂസിനെ അറിയിച്ചു. അവർ കൂട്ടായി ദേവാലയം വേഗം നിർമ്മിക്കുകയും ചെയ്തു. ഇതാണ് റോമിലെ സാന്റാ മരിയ മാഗ്യോർ ബസിലിക്ക. നിയോഗ പ്രാർത്ഥന. സർവശക്തനായ ദൈവമേ, രക്ഷയുടെ ഫലം ഏവരിലും അനുഭവഭേദ്യമാക്കുവാനായി അങ്ങ് തിരുസഭയെ സ്ഥാപിച്ചുവല്ലോ. ഞങ്ങളുടെ രക്ഷയ്ക്കായി അങ്ങ് തിരുസഭയിലൂടെ വർഷിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾ നന്ദി പറയുന്നു. സഭ ഇന്ന് അഭിമുഖീകരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയിലൂടെ സാക്ഷ്യം വഹിച്ച് സത്യത്തിലും സ്നേഹത്തിലും നീതിയിലും അങ്ങയുടെ സ്നേഹവാഹകരാകുവാൻ തിരുസഭ മക്കളെ അനുഗ്രഹിക്കണമേ. തിരുസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയെയും അദ്ദേഹത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും, ബഹുമാനപ്പെട്ട കർദിനാൾമാരെയും മെത്രാന്മാരെയും ബിഷപ്പുമാരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ നേർവഴിക്ക് നയിക്കുവാൻ കർത്താവേ ഇവർക്ക് കരുത്തേകണമേ. ദൈവാലയങ്ങൾ സംരക്ഷിക്കപ്പെടണമേ. ദൈവത്തിൻ്റെ മക്കൾ സംരക്ഷിക്കപ്പെടണമേ. അമ്മ മാതാവേ, നിൻ്റെ പ്രിയസുതനോട്, നസ്രയക്കാരനായ രാജാവിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ഈ ജപമാല മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന ഈ ഓരോ പ്രാർത്ഥന മുത്തുകളെയും അങ്ങ് സ്വീകരിക്കണമേ. അമ്മ മാതാവേ, ആവേ മരിയ. നന്മ നിറഞ്ഞവളെ മേരി നിന്നാമം വാഴ്ത്തിപ്പാടും